ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുമതത്തെ പറ്റിയാണ്. നമ്മുടെ കേരളത്തിൽ ഹിന്ദുമതം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, എങ്ങനെയാണ് കേരളത്തിൽ ഹിന്ദുമതം വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ മതം ഹിന്ദുമതമാണ്. 2026 സെൻസസ് പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 54.7% ഹിന്ദു വംശജരാണ്. മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഏറ്റവും വലിയ മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നത് ഹിന്ദുക്കളാണ്. കേരളത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഹിന്ദു സ്വഭാവമുള്ളതാണ്. കേരളം നിരവധി സന്യാസിമാർക്കും പ്രസ്ഥാനങ്ങൾക്കും ജന്മം നൽകി. ആദിശങ്കരൻ ഹിന്ദുമതത്തിന് സംഭാവന നൽകുകയും അദ്വൈത തത്വചിന്ത പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു മത തത്വചിന്തകനായിരുന്നു. ഹിന്ദുമതത്തിലെ വിവിധ ആചാരങ്ങൾ കേരളത്തിന് മാത്രമുള്ളതാണ്. കാസർഗോഡ് 55.83%, കണ്ണൂര് 59.83%, വയനാട് 49.48%, കോഴിക്കോട് 56.21% ഹിന്ദുമതം നിലനിൽക്കുന്നു. മലപ്പുറത്ത് 27.6%, പാലക്കാട് 66.76%, തൃശൂരിൽ 58.42%, എറണാകുളത്ത് 45.99% ഹിന്ദുമതം വളർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇടുക്കിയിൽ 48.86%, കോട്ടയത്ത് 49.81%, ആലപ്പുഴയിൽ 68.64%, പത്തനംതിട്ട ജില്ലയിൽ 56.93%, കൊല്ലത്ത് 64.42%, തിരുവനന്തപുരത്ത് 66.94% ഹിന്ദുമതം പ്രബലമായി തന്നെ നിലകൊള്ളുന്നു. ഹിന്ദുമതത്തിലെ വിവിധ ആചാരങ്ങൾ കേരളത്തിന് മാത്രമുള്ളതാണ്. ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്നത് കേരളത്തിൽ പ്രചാരത്തിലുണ്ട്. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും കൃഷ്ണനെ വ്യാപകമായി ആരാധിക്കുന്നു. ഗുരുവായൂർ സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മലയാളി ഹിന്ദുക്കളും ഭഗവതിയെ ശക്തിയുടെ ഒരു രൂപമായി ആരാധിക്കുന്നു. കേരളത്തിലെ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും ഭഗവതി ദേവതയുണ്ട്. അതുപോലെ സർപ്പദൈവങ്ങളുടെ ശക്തിയിലും ഹിന്ദുക്കൾ ശക്തമായി വിശ്വസിക്കുന്നു. സാധാരണയായി അവരുടെ വീടുകൾക്ക് സമീപം സർപ്പക്കാവ് എന്നറിയപ്പെടുന്ന പുണ്യസ്ഥലങ്ങളുമുണ്ട്. കൂടാതെ മലയാളി ഹിന്ദുക്കൾ ചോറൂണ്, വിദ്യാരംഭം തുടങ്ങിയ ചടങ്ങുകളും അതിഗംഭീരമായി ആഘോഷിക്കുന്നു. കുറഞ്ഞത് ഏറ്റവും പ്രശസ്തമായി ആരാധിക്കുന്ന 39 ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഹിന്ദു വിശ്വാസികൾക്കിടയിൽ പല ജാതികളിൽപ്പെട്ട നിരവധി ഹിന്ദു സന്യാസിമാരും സ്വാമിമാരും കേരളത്തിൽ ജീവിച്ചിരുന്നു. ശ്രീ നാരായണ ഗുരു, ഏണാധിനാഥൻ, ഇളക്കുളച്ചൻഡാർ, തിരുപ്പന എന്നിവരെയെല്ലാം ബ്രാഹ്മണ ജാതിക്ക് പുറത്തായിരുന്നു. കേരളത്തിലെ പറയർ അവകാശപ്പെടുന്നത് വസിഷ്ഠന്റെ പരമ്പരയാണ്. ക്ഷേത്ര അവകാശങ്ങൾക്കു വേണ്ടിയും എല്ലാ ജാതികളിൽപ്പെട്ടവരെയും ഒരു മതത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി സ്ഥാപിച്ചതിനും നേതൃത്വം നൽകിയ വിജയകരമായ പ്രസ്ഥാനങ്ങളിലൂടെ കേരളത്തിലെ സമകാലിക ഹിന്ദു നവോത്ഥാനത്തിന്റെ പിതാവായി സ്വാമി സത്യാനന്ദ സരസ്വതിയെ പൊതുവെ കണക്കാക്കുന്നു. ഹിന്ദുമതത്തിന്റെ വികാസത്തിന് പ്രധാനപ്പെട്ട നിരവധി ഹിന്ദു പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നടന്നു. ശിവന്റെ കിരാത അവതാരത്തിന് സമർപ്പിച്ചിരിക്കുന്ന കാർപ്പിളിക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു. ഹിന്ദുമതം ശരിക്കും സനാതന ധർമ്മത്തിന്റെ ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ അത് കേവലം ഒരു ദിവ്യവിളി മാത്രമല്ല, ആർഷഗുരു പരമ്പരകളുടെ ദർശനവും സാധകരുടെ പ്രാർത്ഥനയും നമ്മുടെ പൂർവികരുടെ സ്വപ്നവും നമ്മുടെ രാഷ്ട്രത്തിന്റെ തന്നെ ജനന ലക്ഷ്യവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.